ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ലീഡ് കോഡ് പ്രോബ്ലം 283 മൂവ് സീറോസിൻ്റെ ജാവയിലുള്ള സൊല്യൂഷനാണ് നോക്കുന്നത്. സോ നമ്മൾ നോൺ സീറോ ആയിട്ടുള്ള എലമെൻറ്റ് അറയിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ നമ്മൾ സീറോ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതായത് അറയുടെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ് നമുക്ക് നോൺ സീറോ ആയിട്ടുള്ള എലമെൻറ്റ് പ്ലേസ് ചെയ്യേണ്ടത്. സോ അത് നമ്മൾ സീറോ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അറയിലെ എല്ലാ എലമെൻസിലും കൂടി നമ്മൾ ലൂപ്പ് ചെയ്യുന്നു ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട്. നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. അറയിലെ വാല്യൂ എന്ന് പറയുന്നത് നോൺ സീറോ ആയിട്ടുള്ള എലമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. നോൺ സീറോ ആയിട്ടുള്ള എലമെൻ്റ് ആണെങ്കിൽ ആ നോൺ സീറോ ആയിട്ടുള്ള എലമെൻ്റ്, അതായത് നംസ് ഓഫ് ഐ എന്ന് പറയുന്ന ആ വാല്യൂവിനെ നമ്മൾ കറൻ്റ്ലി അറയുടെ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ പോയിന്റ് ചെയ്തേക്കുന്ന പൊസിഷനിലുള്ള വാല്യൂയിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. സോ ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് നോൺ സീറോ നമ്പർ വരുന്ന സമയത്ത് നമ്മൾ അറയുടെ സീറോ എന്ന് പറയുന്ന പൊസിഷനിലോട്ടായിരിക്കും ആ നോൺ സീറോ നമ്പറിനെ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ അടുത്ത നോൺ സീറോ എലമെന്റ് പ്ലേസ് ചെയ്യാനുള്ള പൊസിഷനിലേക്ക് മൂവ് ചെയ്ത് വെക്കുന്നു, അതായത് നെക്സ്റ്റ് പൊസിഷൻ. സോ ഇതിന് ശേഷം നമുക്ക് അറയിലെ എല്ലാ നോൺ സീറോ എലമെന്റ്സും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അലൈൻ ചെയ്ത് കിട്ടും. ഇതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ബാക്കിയുള്ള പൊസിഷനിൽ നമുക്ക് സീറോ എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ കറൻ്റ്ലി ഇപ്പോൾ ലെഫ്റ്റ് നിൽക്കുന്ന പൊസിഷൻ തൊട്ട് അറയുടെ എൻഡ് വരെ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് മൂവ് ചെയ്യും. അതിനുശേഷം ആ പൊസിഷനിൽ ഉള്ള വാല്യൂസിനെ എല്ലാം നമ്മൾ ഓവർ റൈറ്റ് ചെയ്തിട്ട് സീറോ എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും. സോ നമുക്ക് ഈ പ്രോഗ്രാം ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. രണ്ട് ടെസ്റ്റ് കേസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് എക്സാമ്പിൾ. നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് ഇങ്ങനെയാണ്, എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അത് കറക്റ്റാണ്. അപ്പം നമുക്ക് ആ രണ്ട് ടെസ്റ്റ് കേസും പാസ് ആയിട്ടുണ്ട്. നമുക്ക് ഈ സൊല്യൂഷൻ ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. സോ സൊല്യൂഷൻ പാസ് ആയിട്ടുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മൂവ് സീറോസിൻ്റെ. താങ്ക് യു ഓൾ.